എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ത്രികോണങ്ങൾ, ആ ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ആംഗിളുകളും അതിൻ്റെ കോണുകളും തുല്യമായിരിക്കും അല്ലേ? ഇതാണ് നാം പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തു അല്ലേ? ഇനി അതിൽ ബാക്കി ചോദ്യങ്ങളുണ്ട് കുറച്ച്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെ പടങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ത്രികോണം ABC, അടുത്ത ത്രികോണം PQR. ഇതിൽ നോക്കി, ആദ്യത്തെ ത്രികോണത്തിൽ ആംഗിൾ എയുടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഇവിടെ നമുക്ക് ആംഗിൾ ക്യൂവിൻ്റെ അളവ് തന്നിട്ടുണ്ട് 70 ഡിഗ്രി. പിന്നെയോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? AB = QR. AB QR-ന് ഈക്വൽ ആണെന്ന് ചോദ്യത്തിലുണ്ട്. ABയും QRും ഈക്വൽ ആണ്. അടുത്തത് BC = PQ. BCയും PQവും ഈക്വൽ ആണ്. പിന്നെയോ CA = RP. CA RPക്ക് ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ത്രികോണങ്ങളെയും മറ്റെല്ലാ ആംഗിളുകളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ത്രികോണത്തിൽ ഈ രണ്ട് ആംഗിൾ ബാക്കിയുണ്ട് അല്ലേ? പിന്നെ ഈ ത്രികോണത്തിൽ ഈ രണ്ട് ആംഗിളുകൾ ബാക്കിയുണ്ട്. ഇതാണ് നാം കണ്ടുപിടിക്കേണ്ടത്. അന്ന് ഇവർ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ വശങ്ങൾ ഏത് വശങ്ങളൊക്കെയാണ് ഈക്വൽ ആയത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക്, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർ ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 മൂന്നാമത്തെ ചോദ്യം, അതേ ചോദ്യം തന്നെയാണിത്. എന്തായാലും ഇന്നോ നാളോ ആയിട്ട്, അതായത് ഈ ആഴ്ചയായിട്ട് സ്കൂളുകളിൽ ബുക്കുകൾ എത്തും. അപ്പോൾ നിങ്ങൾക്കത് വൈകാതെ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ കോണുകൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, രണ്ട് ത്രികോണങ്ങളിലെ ഈ വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിലെ കോണുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ വശങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് എതിരെയുള്ള കോണുകളും ഈക്വൽ ആയിരിക്കും അല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ ആദ്യത്തെ ത്രികോണം നോക്കിയേ. ഇവിടെ നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? ആംഗിൾ A 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ Aക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഏതാണ്? BC എന്ന് പറയുന്ന വശം അല്ലേ? BC എന്ന് പറയുന്ന വശം. അപ്പോൾ നമുക്കറിയാം, ഈ ത്രികോണത്തിൽ BC എന്ന വശത്തിന് ഈക്വലായ വശം ഏതാണെന്ന് നോക്കിയാൽ BCക്ക് ഈക്വൽ ഏതാണ്? PQ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇതാണ് BCക്ക് ഈക്വലായ വശം ഏതാണ്? PQ അല്ലേ? അപ്പോൾ ഈ വശവും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ BCക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 60 ആണ്. അങ്ങനെയാണെങ്കിൽ PQന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 60 ആയിരിക്കും, 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം BC ഏതിന് ഈക്വലാണ്? ഇതാണ് BC അല്ലേ? നാം BC എടുക്കാൻ കാരണം എന്താണ്? ഈ ആംഗിൾ നമുക്കറിയാം, അതുകൊണ്ടാണ് നമ്മൾ BC എടുത്തത്. ആദ്യം BC എടുത്തത്. അപ്പോൾ BC = ഏതാണ്? PQന് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ BC = PQ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? BCക്ക് ഓപ്പോസിറ്റുള്ള കോണ് 60 ഡിഗ്രി ആയതുകൊണ്ട് PQന് ഓപ്പോസിറ്റുള്ള കോണും 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതായത് ആംഗിൾ Aയും ആംഗിൾ Rഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ A = ആംഗിൾ R എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. ഇനി നമുക്കറിയാവുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ അറിയാം അല്ലേ? 70 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള വശം ഏതാണ്? സൈഡ് ഏതാണ്? PR എന്ന് പറഞ്ഞ സൈഡ് അല്ലേ? PR ഏതിന് ഈക്വലാണെന്ന് നോക്കിയാൽ PR, അതായത് RP അല്ലേ? PR എന്ന് പറഞ്ഞാൽ RP എന്ന് പറഞ്ഞാൽ ഒരേ സൈഡ് തന്നെ. RP ഏതിന് ഈക്വലാണ്? CAക്ക് ഈക്വലാണ്. അപ്പം ഇത് RP, ഇത് CA അല്ലേ? അപ്പം ഈ രണ്ട് വശങ്ങളും ഈക്വലാണ്. അപ്പം നമുക്ക് എഴുതാം CA = RP. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ RPക്ക് ഓപ്പോസിറ്റുള്ള കോൺ എത്രയാണ്? 70 ഡിഗ്രി. അപ്പോൾ CAക്ക് ഓപ്പോസിറ്റുള്ള കോൺ എത്രയായിരിക്കണം? അതും 70 ഡിഗ്രി ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ആംഗിൾ നമുക്കിത് Q അല്ലേ? അപ്പോൾ ആംഗിൾ Q = ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ Bയും ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾ B, അതായത് 70 ഡിഗ്രി. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള കോണ് അതിന് ഓപ്പോസിറ്റുള്ള വശം എടുക്കുക. അപ്പോൾ ആ വശം ഏത് വശത്തിനാണ് ഈക്വൽ ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആ വശത്തിന് ഓപ്പോസിറ്റുള്ള കോൺ എന്തായിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഒരു കോണും കൂടി ഉണ്ട് അല്ലേ? അത് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഒന്നുകിൽ നോക്കിയാൽ ഈ ത്രികോണത്തിൽ എല്ലാ കോണുകളുടെ അളവ് എത്രയായിരിക്കും? മൊത്തം സമ്മ് നമുക്ക് 180 ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൽ രണ്ട് കോണുകൾ അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം, ഇൻ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളാണ്? ABC. ABCയിൽ
ആംഗിൾ സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു മൊത്തം 180 ഡിഗ്രി 180 ഡിഗ്രിയാണ്. എല്ലാം കൂടി കൂട്ടിയാൽ അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറക്കണം അല്ലേ. അപ്പോൾ 60ഉം 70ഉം കൂടി കൂട്ടുക, അതിൽ നിന്ന് അത് 180ൽ നിന്ന് നമുക്ക് കുറച്ചാൽ മതി. ഈക്വൽ ടു 180 മൈനസ് 60ഉം 70ഉം 130. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 50 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി കിട്ടി 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 50 ഡിഗ്രി അല്ലേ? 50 ഡിഗ്രി. അതായത് എ ബിക്ക് ഓപ്പോസിറ്റുള്ള കോണാണ് ഇതല്ലേ. എ ബിയും ക്യു ആറും ഈക്വലാണ് അല്ലേ. അപ്പോൾ ക്യു ആറിന് ഓപ്പോസിറ്റുള്ള കോണാണ് 50. അതല്ലെങ്കിൽ 180ൽ നിന്ന് നമുക്ക് കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടും. അപ്പോൾ അത് മനസ്സിലായില്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മളതിൽ 4ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ ഈ ഒരു ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് നമുക്ക് കണ്ടാൽ അറിയാം ഇതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ. അതായത് ഒരു ചതുർഭുജം. അതിന് 2 മൂലകൾ, ഓപ്പോസിറ്റ് മൂലകൾ തമ്മിൽ യോജിപ്പിച്ചു ഒരു വികർണം, ഒരു ഡയഗണൽ. പിന്നെയോ നമുക്ക് ഈ 4 വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. നാം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ അല്ലെ, ഒരു ഡയഗണൽ കൊണ്ട് വരച്ചപ്പോൾ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. ഒരു ത്രികോണം ഇതും കിട്ടി, അടിയിൽ വേറൊരു ത്രികോണം കിട്ടി. ഈ 2 ട്രയാങ്കിൾസിനും അവയുടെ കോണുകൾ ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. അതായത് നമുക്ക് കിട്ടിയ മുകളിൽ കിട്ടിയ ഒരു ട്രയാങ്കിൾ, അടിയിൽ കിട്ടിയ മറ്റൊരു ട്രയാങ്കിൾ, ഇവയുടെ കോണുകൾ ഈക്വൽ ആണോ? അങ്ങനെ ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈക്വൽ ആവാൻ കാരണം? ഇതാണ് ചോദ്യം. അപ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 തന്നെ 4ാമത്തെ ചോദ്യമാണ് ഇത്. അപ്പോൾ അതിൽ വശങ്ങളുടെ നീളങ്ങൾ മാത്രം ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ചോദ്യം. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കുള്ളവർ, കയ്യിലുള്ളവർ അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 4ാമത്തെ ചോദ്യമാണിത്. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈ 2 ട്രയാങ്കിൾസിലെ ആംഗിളുകൾ തുല്യമാണ് എന്നാണ് അല്ലേ. നാം എന്താണ് പഠിച്ചത്? ഈ 2 ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ആംഗിളുകൾ തുല്യമായിരിക്കും അല്ലേ. അത് നമുക്കറിയാം. അപ്പോൾ നാം എന്ത് വേണം? ഈ 2 ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കണം അല്ലേ. അത്രയേ ഉള്ളൂ. ഈ 2 ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവയുടെ ആംഗിളുകളും തുല്യമാണ്. ഇത്രയുള്ള വിഷയം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ആദ്യം ഇവർക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. ഇതിന് എ ബി സി ഡി ഇങ്ങനെ കൊടുത്തു. പേര് ഏത് രൂപത്തിൽ വേണമെങ്കിൽ കൊടുത്തോ. ഇനി നോക്കിയേ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇത് ചോദ്യത്തിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എ ഡിയും എ സിയും ഈക്വലാണ്. അതായത് എ സി സീക്വൽ ടു എ ഡി. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതാം. എ സിയും സീക്വൽ ടു എ ഡി. അപ്പോൾ അത് നമുക്ക് ചോദ്യത്തിൽ തന്നെ കിട്ടി അല്ലേ. ഇനി നോക്കിയേ, ഇവിടെ ഈ ത്രികോണത്തിൻ്റെ ഈ വശം, അതായത് ബി ഡി എന്ന് പറഞ്ഞ വശം, ഇവിടെ ബി സി എന്ന് പറഞ്ഞ വശം അല്ലേ. 2 ഈക്വലാണല്ലോ, 3 സെൻറ്റിമീറ്റർ വെച്ചാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് അടുത്ത് എഴുതാം. ബി ഡി സീക്വൽ ടു ബി സി. അപ്പോൾ നമ്മൾ ഈ വശം ഇതിനോട് ഈക്വൽ, ഈ വശം ഇതിനോട് ഈക്വൽ അല്ലേ. ഇനി ഇവ രണ്ടെണ്ണത്തിനും പൊതുവായിട്ട് 2നും കൂടിയുള്ളൊരു വശമുണ്ട്. ഏതാണ്? എ ബി. അപ്പോൾ എ ബി ഈ ത്രികോണത്തിൻ്റെ വശമാണ് എ ബി. അതേസമയം എ ബി ഇതിൻ്റെ വശം കൂടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി സീക്വൽ ടു എ ബി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഒരു ത്രികോണത്തിലെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ 3 വശങ്ങളോട് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവയുടെ കോണുകളും തുല്യമായിരിക്കും അല്ലേ. അതായത് ദി സൈഡ്സ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, സോ ദയർ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ നമ്മൾ ഏത് ത്രികോണങ്ങളാണ് എടുത്ത്? മുകളിലത്തെ ത്രികോണം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി, എ ബി ഡി ഈ ത്രികോണവും പിന്നെ ഏതാ? എ ബി സി. ട്രയാങ്കിൾ എ ബി സി അല്ലേ. ഈ 2 ത്രികോണങ്ങളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിലെ വശങ്ങൾ ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദി സൈഡ്സ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ അല്ലേ. സോ ദയർ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതായത് ഈ 2 ത്രികോണങ്ങളുടെയും വശങ്ങൾ 3 വശങ്ങളും ഈക്വലാണ്. അതുകൊണ്ട് അവയുടെ കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഏത് കോണുകളാണ് ഈക്വൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതാൻ പറ്റും? നമ്മളോട് അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്കറിയാം എ സിയും എ ഡിയും ഈക്വലാണ് അല്ലേ. ഇങ്ങോട്ട് നോക്കിയാൽ എ സിയും എ ഡിയും ഈക്വലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ സിക്ക് ഓപ്പോസിറ്റുള്ള കോണും എ ഡിക്ക് ഓപ്പോസിറ്റുള്ള കോണും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 കോണും ഈക്വൽ, ഇത് 2 ഈക്വൽ. ഇനി ബി ഡിയും ബി സിയും അല്ലേ. അപ്പോൾ ഇതാണ് ബി ഡി, ഇതാണ് ബി സി. അപ്പോൾ ബി ഡിക്ക് ഓപ്പോസിറ്റുള്ള കോൺ ഏതാണ്? ഈ കോൺ, ഇത്. ഇനി ബി സിക്ക് ഓപ്പോസിറ്റുള്ള കോണോ? അത് ഇത് അല്ലേ. അപ്പോൾ ഇത് 2 ഈക്വൽ. അപ്പോൾ നമ്മൾ ഈ 2 ലൈൻ കൊടുത്തു. ഇത് 2 ഈക്വൽ.
ഇനി എ ബിക്ക് ഈക്വൽ അല്ലേ. അപ്പോൾ എ ബി മുകളിലത്തെ ത്രികോണം എടുക്കുകയാണെങ്കിൽ എ ബി ഓപ്പോസിറ്റിലെ കോൺ ഇത് അല്ലേ. അപ്പോൾ ഇതും പിന്നെയോ ഈ അടിയിലത്തെ എ ബിക്ക് ഓപ്പോസിറ്റിലെ കോണ് ഇവിടെ ഈ കോൺ. അപ്പോൾ ഈ രണ്ട് കോണുകളും ഈക്വലാണ്. അപ്പോൾ ഇതിലങ്ങനെ ചോദിച്ചിട്ടില്ല, ഏത് കോണുകളാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പം ചോദിക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ അഞ്ചാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ചതുർഭുജം, അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ ഇവിടെ ഒരു 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 50 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബി ഈക്വൽ ടു എ ഡി, എ ബിയും എ ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സി ബി ഈക്വൽ ടു സി ഡി, സി ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിലെ ക്വാഡ്രിലാറ്ററലിലെ ഈ ചതുർഭുജത്തിലെ എല്ലാ കോണുകളും അവയുടെ അളവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതും നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 അഞ്ചാമത്തെ ചോദ്യമാണ്. ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ അതൊന്ന് നോക്കാം. അപ്പോൾ നാം ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇവിടെ നോക്കിയാൽ രണ്ട് ത്രികോണങ്ങളാണ് അല്ലേ, രണ്ട് ത്രികോണങ്ങളുണ്ട്. അപ്പോൾ അതിൽ എ ബിയും എ ഡി ഈക്വലാണ്, എ ബിയും എ ഡിയും ഈക്വലാണ് അല്ലേ. പിന്നെ സി ബിയും സി ഡി ഈക്വലാണ്, സി ബിയും സി ഡിയും ഈക്വലാണ്. പിന്നെയോ ഇതിന് ഒരു വശമുണ്ട് അല്ലേ, കോമൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ളൊരു വശമുണ്ട്. ആ വശം രണ്ടിലുള്ള വശം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളും ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് ഈക്വലാണ് അല്ലേ. അപ്പോൾ അവയുടെ കോണുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നാം ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള കോണ് അല്ലേ, കോണ് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വശം ഏതെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, അടിയിൽ ഈ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, 50 ഡിഗ്രി. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്, വശം ഏതാണ്? എ ബി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എ ബി ആണ് ഇതിന് ഓപ്പോസിറ്റ് വശം. അപ്പോൾ നമ്മൾ ആദ്യം എ ബിയെ പിടിക്കാം. അപ്പോൾ എ ബി സീക്വൽ ടു ഏതിന് ഈക്വലാണ്? എ ബി എ ഡിക്ക് ഈക്വലാണ് അല്ലേ. ഇതാണ് എ ഡി. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റിലെ കോണ് 50 ആണെങ്കിൽ എ ഡിക്ക് ഓപ്പോസിറ്റിലെ കോൺ എത്രയായിരിക്കും? 50 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എ ബി സീക്വൽ ടു എ ഡി. അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റിലെ കോൺ ഏതാണ്? ഈ കോൺ അല്ലേ. അതായത് എ സി ബി എന്ന് പറയുന്ന കോൺ, ആംഗിൾ എ സി ബി സീക്വൽ ടു. ഇനി എ ഡിക്ക് ഓപ്പോസിറ്റിലെ കോൺ ഏതാണ്? ഈ കോൺ അല്ലേ, ആംഗിൾ എ സി ഡി, ആംഗിൾ എ സി ഡി. അപ്പോൾ ഇവിടെ നമ്മൾ കോൺ എഴുതുമ്പോൾ എപ്പോഴും നോക്കിയാൽ ഈ 3 ലെറ്റർ വെച്ച് തന്നെ കോൺ എഴുതണം, അല്ലാണ്ട് വെറും സി എന്ന് എഴുതിയാൽ പോരാ. സി എന്ന് പറഞ്ഞാൽ ഏത് കോൺ വേണമെങ്കിലും ആവാം അല്ലേ. അപ്പോൾ എ സി ബി അതാണ് ഈ കോണ്, എ സി ഡി അതാണ് ഈ കോൺ. അപ്പോൾ അത് എത്രയായിരിക്കും? രണ്ടും തുല്യമായിരിക്കും, അതായത് 50 ഡിഗ്രി. അപ്പോൾ അത് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി 50 ഡിഗ്രി. ഇനി നമുക്ക് ഏത് ആംഗിൾ അറിയാം? ഈ ആംഗിൾ അറിയാം അല്ലേ, 30 ഡിഗ്രി. 30 ഡിഗ്രിക്ക് അറിയാവുന്ന ആംഗിൾ, അതിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? സി ഡി അല്ലേ. അപ്പോൾ സി ഡി അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്ന വശം, അതാണ് ഇതിന് ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഈ സി ഡിക്ക് ഈക്വലായ സൈഡ് ഏതെന്ന് നോക്കിയാൽ, സി ഡിക്ക് ഈക്വലായ സൈഡ് സി ബി ആണ് അല്ലേ, അതായത് സി ബി. അപ്പോൾ ഈ വശവും ഈ വശവും ഈക്വലാണ്. അപ്പോൾ ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റിലെ കോൺ 30 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റിലെ കോൺ എത്രയായിരിക്കും? അതും 30 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. ഇത് 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിന് ഓപ്പോസിറ്റിലെ വശം സി ഡി ആണ് അല്ലേ. അപ്പോൾ സി ഡിയും ഏതുമാണ് ഈക്വല്? സി ബിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എതിരെയുള്ള കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സി ഡിക്ക് എതിരെയുള്ള കോൺ ഏതാണ്? ആംഗിൾ ഡി എ സി അല്ലേ, ആംഗിൾ ഡി എ സി സീക്വൽ ടു. ഇനി സി ബിക്ക് ഓപ്പോസിറ്റിലെ കോൺ ഏതാണ്? ഈ കോൺ അല്ലേ, അതായത് ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി. എത്ര ഡിഗ്രിയാണത്? 30 ഡിഗ്രി വെച്ചല്ലേ, 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ മുകളിലെ ത്രികോണത്തിലെ 2 കോണുകൾ കിട്ടിയല്ലേ. ഇനിയിപ്പോൾ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഇൻ ട്രയാങ്കിൾ, നമ്മുടെ മുകളിലെ ത്രികോണക്കാണെങ്കിൽ എ സി ഡി, എ സി ഡി, എ സി ഡിയിൽ ആംഗിൾ ഡി എത്രയായിരിക്കും? മൊത്തം 180 അല്ലേ. അതിൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് ഏത് കൂട്ടണം? 30 പ്ലസ് 50 അല്ലേ. അത് കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അതായത് 180 നിന്ന് 80 കുറക്കണം, അതായത് 100 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 100 ഡിഗ്രി അല്ലേ. അതായത് ഈ ഓപ്പോസിറ്റുള്ള ഈ എ സിക്ക് ഓപ്പോസിറ്റുള്ള കോണ് 100. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിലും എത്ര വരും? ഇതിന് ഓപ്പോസിറ്റുള്ള കോണ് 100 തന്നെ. അപ്പോൾ ആംഗിൾ ബിയും സീക്വൽ ടു 100 ഡിഗ്രി.
അപ്പോൾ ഈ ചതുർഭുജത്തിലെ ആംഗിളുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഏതാണ്? ആംഗിൾ എ അല്ലേ. അപ്പോൾ ആംഗിൾ എ എത്രയാണ്? 30 + 30 അല്ലേ. 30 + 30 അതായത് 60 ഡിഗ്രി. ഇനി ആംഗിൾ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട് 100 ഡിഗ്രി. ഇനി ആംഗിൾ സി 50 + 50 അല്ലേ. 50 + 50 = 100 ഡിഗ്രി. ഇനി ആംഗിൾ ഡിയോ? ആംഗിൾ ഡി = 100 ഡിഗ്രി. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയിലെ 4 കോണുകളുടെ അളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ആംഗിൾസ് ഈക്വൽ ആയാൽ എന്താവും എന്നുള്ളതാണ്. നാം ഇതുവരെ പഠിച്ചത് 3 സൈഡുകൾ ഈക്വൽ ആയാൽ അല്ലേ. ഇനി നമുക്ക് 2 ആംഗിൾസ് ഈക്വൽ ആയാൽ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.